കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു ബിൽഡിംഗ് തകർന്നു വീണിട്ട് ബിന്ദു എന്ന പേരുള്ള ഒരു അമ്മ മരിക്കാനിടയായ സാഹചര്യം നമ്മളെ കേരളത്തിലെ മനസാക്ഷിയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. അവരുടെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ സാഹചര്യങ്ങളെ എത്ര വിദഗ്ധമായിട്ടാണ് നമ്മൾ ഭരണാധികാരികൾ ന്യായീകരിക്കുന്നത്. ഇവരുടെ ഈ ന്യായീകരണം കാണുമ്പോൾ നമ്മൾ ഇവരെ പുച്ഛിക്കുകയാണോ അതോ നമ്മൾ തന്നെ ലജ്ജിച്ച് തല താഴ്ത്താണോ വേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഏകദേശം 68 വർഷമായിട്ടുള്ളൊരു ബിൽഡിങ്, 12 വർഷമായിട്ട് PWD പൊളിച്ചു നീക്കാൻ പറഞ്ഞിട്ടുള്ള ബിൽഡിങ്, അതാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊരു ആക്സിഡന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇവിടെ കുറ്റവാളികളുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവര് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് കേട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാവണം എന്നാണല്ലോ പറഞ്ഞുള്ള വെപ്പ്. ഇതൊക്കെയാണോ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ രോഗം നേരിടുന്ന ആളുകൾ, ഏറ്റവും വിദഗ്ധമായ ചികിത്സ വേണ്ട ആളുകൾ, സാമ്പത്തികമായിട്ട് സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങും കൂടി തങ്ങളുടെ ചികിത്സയിൽ ആവശ്യമുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകളാണ് മെഡിക്കൽ കോളേജിൽ കൂടുതലും ചികിത്സയ്ക്ക് വരുന്നത്. മെഡിക്കൽ കോളേജ്, സ്കൂൾ എന്നൊക്കെ പറയുന്നത് എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരു ഗവൺമെൻറ്റും ഭരണാധികാരികളും നമ്മളുടെ ഫുൾ സിസ്റ്റം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഈ ഹോസ്പിറ്റൽസ്, അതുപോലെ സ്കൂൾസ് എന്നൊക്കെ പറയുന്നത്. അവിടെ 68 വർഷം പഴക്കമുള്ളൊരു ബിൽഡിങ് ഇത്രയും ഭീഷണിയായിട്ട് നിലനിന്നിട്ടും അതിൽ യാതൊരു ശ്രദ്ധയും നമ്മളുടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു, അത് ഉപയോഗശൂന്യമായിരുന്നു എന്നൊക്കെ. ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് വാർത്തയിൽ നിന്നും അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള തെളിവും ഉണ്ടായിരുന്നു. കൂടാതെ അവിടുത്തെ ബാത്റൂമിലൊക്കെ കൃത്യമായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഉപയോഗിക്കാത്ത ഒരു ബിൽഡിങ്ങിൽ ബാത്റൂമിൽ വെള്ളം വരും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബിൽഡിംഗ് തകർന്നു വീണു, അതിൻ്റെ അടിയിൽ ഒരു ആൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. അവസാനം ഒരു രോഗി പറയാണ് തൻ്റെ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള അമ്മ ഇവിടെ വന്നിട്ട് കാണാനില്ല എന്ന്. ഒരു കാണാനില്ലായ്മയിൽ നിന്ന് തെരഞ്ഞിട്ടാണ് അവസാനം ഇവർക്കൊരു മൃതദേഹം കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ രക്ഷാപ്രവർത്തനം എത്ര മോശമായിട്ടാണ് നടന്നിരിക്കുന്നത്. ഒരു ജീവന്റെ വില ഇത്രയൊക്കെ ഉള്ളോ നമ്മളുടെ സാക്ഷര കേരളത്തിൽ? കണ്ണീരോട് കൂടി തല കുനിച്ച് മാപ്പ് പറഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ എല്ലാ സഹായവും സപ്പോർട്ടും നൽകി കൂടെ നിൽക്കേണ്ട സമയത്ത് അതിനെ ന്യായീകരിച്ച് ദയവ് ചെയ്ത് ആളുകളുടെ മുമ്പിൽ വിഡ്ഢികളാവാതിരിക്കുക. ഞങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികൾക്ക് അത്രയെങ്കിലും മാന്യത ഞങ്ങളോട് തിരിച്ചു കാണിക്കാൻ ഒന്ന് ശ്രമിക്കുക.